أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو شاء ربك لجعل الناس أمة واحدة ولا يزالون مختلفين إلا من رحم ربك ولذلك خلقهم وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വന്യരായ പണ്ഡിതന്മാര്, മാന്യ സഹോദരന്മാര്, സുഹൃത്തുക്കള്, ഇവിടെ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന നിലക്ക് ഇവിടെ ഈ സദസ്സിന്റെ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി ഒന്ന് വന്നു പോകണം എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ വന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും വാദുകളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാനൊരു പ്രസംഗം നിർത്തും. അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി വളരെ ബൃഹത്തായ ഉപദേശങ്ങൾ പലപ്പോഴും നൽകിയിട്ടുള്ള മുജദ്ദിദാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് മനുഷ്യരായ നമ്മോട് പറഞ്ഞു, മോനെ, നിനക്ക് കുറച്ച് ആയുസ് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. ഈ ആയുസ്സിനെ സംബന്ധിച്ച് നീ ചിന്തിക്കണം. മനുഷ്യന്റെ ആയുസ് സംബന്ധിച്ച് ചിന്തിക്കാത്തവൻ ചിന്തിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. നമ്മളെ നാട്ടിൽ ഒരു ഐസ് കച്ചവടക്കാരൻ, ഐസും കട്ട വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ, നല്ല വെയിലുള്ള സമയത്ത് ഉഷ്ണകാലത്ത് ഇവൻ മണ്ണാർക്കാട് ടൗണിൽ കൊണ്ടുപോയി ഐസും കട്ട വിൽക്കും. ഉസാലിമാമ് തങ്ങളെ കിതാബിൽ മണ്ണാർക്കാട് ടൗണിൽ ഇല്ല, അതെന്റെ വകെ കൂട്ടിയതാണ്. അങ്ങനെ ഐസും കട്ട വിറ്റിട്ട് കിട്ടുന്നത് കൊണ്ട് വേണം ഇവന് വീട്ടിൽ അരി വാങ്ങാൻ. അങ്ങനത്തെ ഒരു ഐസും കട്ടയുടെ കച്ചവടക്കാരൻ. ഇവനൊരു കൊട്ടയിൽ ഐസും കട്ട കൊണ്ടുപോയി ഇതിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങോട്ട് എടുക്കാൻ മാത്രം ഒരു വകുപ്പുണ്ട്. ഇതിന്റെ ഉള്ളിൽ എത്ര കട്ട ഉണ്ട് എന്ന് തിരിയാനില്ല. ഇങ്ങനെ എടുക്കുക, കൊടുക്കുക, എടുക്കുക, കൊടുക്കുക തന്നെ, അത്രേ ഉള്ളൂ. ഈ ഐസും കട്ട വിൽക്കാൻ വേണ്ടി ടൗണിൽ പോയി നിൽക്കുന്ന ഇവൻ ഇത് വിറ്റ് കിട്ടുന്നത് കൊണ്ട് വേണം അവന്റെ വീട്ടിൽ പട്ടിണി കിടക്കാതെ അരി വാങ്ങാൻ. ഈ മനുഷ്യൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്താ ചെയ്യാ? ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യാ? ഈ ഐസും കട്ടയും കൊണ്ട് ഉഷ്ണകാലത്ത് ടൗണിലെത്തിയ ഇവൻ മറ്റ് എന്ത് കാര്യം ടൗണിൽ നടക്കുന്നുണ്ടെങ്കിലും, ഒരു ഭാഗത്ത് സർക്കസ് ഉണ്ട്, ഒരു ഭാഗത്ത് സിനിമ ഉണ്ട്, ഒരു ഭാഗത്ത് സമ്മേളനം ഉണ്ട്, ഒരു ഭാഗത്ത് പ്രകടനമുണ്ട്, ഒരു ഭാഗത്ത് ചീത്ത പറയലുണ്ട്, ഒരു ഭാഗത്ത് അത് പറയലുണ്ട്, ഒരു ഭാഗത്ത് ബിൽഡിങ്ങിന്റെ പണിയെടുക്കുന്നുണ്ട്, വേറൊരു ഭാഗത്ത് ബിൽഡിംഗ് പൊളിക്കുന്നുണ്ട്, വേറൊരു കിണർ കൊയ്ക്കുന്നുണ്ട്, വേറൊരു സ്ഥലത്ത് ഉള്ള കിണർ നേർത്തുന്നുണ്ട്. ഇങ്ങനെ പലതും ടൗണിന്റെ മൂലയിൽ പലതും നടക്കുന്നുണ്ടെങ്കിലും ഈ ഐസും കട്ട വിറ്റിട്ട് അരി വാങ്ങേണ്ട അങ്ങാരി എന്ത് ചെയ്യും? ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെന്ന ഉടനെ തന്നെ ഇതൊന്നും തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് ഇത് വിറ്റ് ആ സമയത്തിനുള്ളിൽ ക്യാഷ് കയ്യിലാക്കി വീട്ടിലേക്കുള്ള അരി വാങ്ങാനുള്ള വകുപ്പുണ്ടാക്കിയതിന് ശേഷം
മറ്റു കാര്യങ്ങൾ ചിന്തിക്കാന്ന് മനസ്സിലാക്കും. കാരണം എന്തുകൊണ്ട്? ഇതിപ്പം വെള്ളായി പോകും, പിന്നെ വിൽക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ബുദ്ധിയില്ലാത്തവനാണെങ്കിലോ ഇവൻ ഈ ഐസും കട്ടന്റെ കൊട്ടയും കൊണ്ട് അവിടെ പോയി നിന്നിട്ട് ഇവൻ അതവിടെ വെച്ച് അപ്പുറത്തൊരു സർക്കസ് ഒരു കളിക്കുന്നുണ്ട്, അത് ചെന്ന് നോക്കി. ഇപ്പുറത്ത് സിനിമ ഉണ്ട്, അത് നോക്കി. അപ്പുറത്ത് ബിൽഡിങ്ങിന്റെ പണി നോക്കി. ഇപ്പുറത്ത് കിണർ വയ്ക്കുന്നത് നോക്കി. അപ്പുറത്ത് റോഡ് അറിയുന്നത് നോക്കി. ഇതൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഇവ വന്ന് നോക്കുമ്പോഴേക്ക് നമ്മൾ ഐസും കട്ട എന്തായി? ഐസും കട്ട തീർന്നു വരിക്കുന്ന ഇനി പരിവാങ്ങലില്ല. ഇതുപോലെയാണ് മനുഷ്യന്റെ ആയുസ്. അഥവാ മനുഷ്യന്റെ ആയുസ് ഐസും കട്ട തീർന്നു പോകുന്നത് പോലെ ദിവസേന അലിഞ്ഞു അലിഞ്ഞു അലിഞ്ഞ് ഇതിങ്ങനെ തീർന്നു പോവാണ്. ഇതിങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്, ഇനി എത്ര ബാക്കിയിട്ടെന്ന് അറിയില്ല. ഇതിങ്ങനെ തീരുന്നുണ്ട്. ഈ ഐസും കട്ട അലിഞ്ഞു തീരുന്നത് പോലെ അലിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്ന ഐസിന്റെ ഇടക്ക് ഇത് ചെലവഴിച്ചിട്ട് പകരം ഇനി പോകാനുള്ള കാലങ്ങളും താമസിക്കാനുള്ള വീട്ടിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടോ എങ്കിൽ അവൻ ബുദ്ധിമാനാണ്. നേരെ മറിച്ച് ഈ ഐസും കട്ടയും കൊണ്ടുവച്ചിട്ട് ബാക്കിയുള്ളത് കാണാൻ പോയാലോ ഓൻ അപ്പുറത്ത് തർക്കിക്കാൻ പോയിരിക്കുകയാണ്, മറ്റവനും വാദപ്രകാരം നടത്താൻ പോയിരിക്കുകയാണ്, വേറൊത്തോട് സംസാരിക്കാൻ പോയിരിക്കുകയാണ്. ഇവർ ഈ ഐസും കട്ട തീർന്നു ഒരു വിഷയത്തെ കുറിച്ച് ഒരു ബോധമില്ല. ഇങ്ങനെ പോയാലോ ഇവൻ കുടുങ്ങിപ്പോയി. ഇവന് വീട്ടിലേക്ക് അരി വാങ്ങാൻ ഒന്നും കിട്ടിയില്ല. ഇതാണെങ്കിൽ വെള്ളമായി പോയി, ഇനി വിൽക്കാനും കഴിയില്ല. ഇതുപോലെ മനുഷ്യന്റെ ആയുസ് അത് ദിവസേന അലിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദിവസം ഉണ്ട് എന്നറിയില്ല. കഴിഞ്ഞത് കഴിഞ്ഞുപോയി, ഇനി എത്രയുണ്ടെന്നറിയില്ല. ഇതിന്റെ ഇടക്ക് പോകുന്ന യാത്രക്കിടയിൽ ഇത് പെട്ടെന്ന് തീരുന്നതിനനുസരിച്ച് നിന്റെ കയ്യിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കുകയും ആ സമ്പാദിക്കുന്നത് കൊണ്ട് എന്നെന്നും നിലനിൽക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ ബുദ്ധിമാനാണ്. നീ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കൂ മോനെ. കഴിഞ്ഞു പോകുന്ന ആയുസ്സിനെ സംബന്ധിച്ച് നീ ചിന്തിച്ച് അതിലിടക്ക് നീ എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി നോക്ക്. എത്ര വയസ്സായി വേണേ? എത്ര? 16? നിങ്ങൾക്ക് എത്ര വയസ്സായി? 18? സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് 18 വയസ്സും അല്ല, അയാൾക്ക് 16 വയസ്സും അല്ല, എനിക്ക് 39 വയസ്സും അല്ല. നമ്മക്ക് വയസ്സ് 10,000 കണക്കിന് വയസ്സുണ്ട്. എത്ര വയസ്സുണ്ട്? എനിക്ക് തന്നെ ഉണ്ട് ഒരു 10,000-ന്റെ മേലെ വയസ്സ് ഇല്ലേ? ഉണ്ട്. ഞാൻ ഇപ്പൊ തെളിയിച്ചു തരണ്ട്. നമ്മളിങ്ങനെ 40 വയസ്സ് 39 വയസ്സൊക്കെ പറഞ്ഞ അടുക്കാണ്. ഒന്നല്ല, വയസ്സായാലും കൂടുതലുണ്ട് ഇല്ലേ? നമ്മൾ പറയാം ഇല്ല, ഞങ്ങൾ പറയുന്നത് ഉണ്ട്, ഞാൻ തെളിച്ചു തരാം. അത് അവിടെ അതിരിക്കുന്ന ഒരാള്, അയാൾ ഹജ്ജിന് പോയ ആളാണ്. അയാൾക്കൊരു 40 വയസ്സുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. ഹജ്ജിന് പോയ ആളാണ്, 40 വയസ്സുണ്ടെന്ന് അയാൾ പറയും. ഹജ്ജിന് പോകുമ്പോ അയാൾ എന്തേലും വിളിച്ചത്, എന്തേലും പറഞ്ഞത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു. ഉത്തരം ചെയ്യണമെങ്കിൽ വിളിക്കണ്ടേ? ആരാ വിളിച്ചത്? അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബിയോട് വിളിക്കാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. ആ വിളിച്ച് കേട്ടിട്ട് ഉത്തരം ചെയ്തുകൊണ്ട് പോവാണ് ഇയാള്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഇബ്രാഹിം നബി വിളിച്ചിട്ട് കൊല്ലത്രയായി? 4000-ന്റെ മേലെ കൊല്ലായി. അപ്പൊ അയാൾക്ക് വയസ്സെത്രണ്ട്? ഇബ്രാഹിം നബി വിളിച്ചപ്പോ കേൾക്കണമെങ്കിൽ അയാൾ ഉണ്ടാണ്ട്, ഇല്ലാണ്ട് കേൾക്കുവോ? അപ്പോ അയാൾക്ക് വയസ്സ് 4000-ന്റെ മേലുണ്ട് എന്ന് മനസ്സിലായി. 40 വയസ്സെന്ന് വെറുതെ പറയാണ്. ഇനിയും നിങ്ങൾ നോക്ക്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. എന്ത് പറഞ്ഞു? നന്നായി പഠിച്ചു. ഇത് മനസ്സിലായി. ഇതൊരു നല്ലൊരു ഗുളികയാണ്. ഈ ഗുളിക കയ്യിലുള്ളവർ പിന്നെ ഒറ്റ മുജാഹിദിനെ ജമാഅത്ത് ഇസ്ലാമിനെ പേടിക്കണ്ട. വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ശഹീദിനാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അല്ലാഹു പറയുന്നു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് എല്ലാ മനുഷ്യന്മാരെയും പുറത്തു കൊണ്ടുവന്നിട്ട് നമ്മളൊരു സമ്മേളനം വിളിച്ചുട്ടി. എല്ലാവരും ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യന്മാരെയും ആദം നബിന്റെ മുതുകിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അള്ളാഹ് സമ്മേളിപ്പിച്ചു.
എന്നിട്ട് അള്ളാഹ് പറയാണ്, നമ്മൾ അവരോട് ചോദിച്ചു, മനുഷ്യന്മാരോടൊക്കെ ചോദിച്ചു, നിങ്ങളോടും എന്നോടൊക്കെ ചോദിച്ചിരിക്കുന്നു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? അള്ളാന്റെ ചോദ്യമാണ്. അപ്പോ അള്ളാഹ് പറയാണ്, എല്ലാ മനുഷ്യന്മാരും മറുപടി പറഞ്ഞു, ബലാ, അതെ, ഷഹിദിന, ഞങ്ങൾ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു, നീ തന്നെയാണ് ഞങ്ങളെ റബ്ബ് എന്നെല്ലാരും പറഞ്ഞു എന്നല്ല പറയുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞിട്ട് കൊല്ലത്രേ 10,000 മേലെ കൊല്ലമായി പോയി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇയാൾക്ക് 10,000 മേലെ വയസ്സുണ്ട്. കാരണം അന്ന് അള്ളാഹ് ചോദിച്ചിട്ട് അയാൾ മറുപടി അറിഞ്ഞില്ലേ, പിന്നെ ഇല്ലാണ്ട് മറുപടി അറിയോ? ഇല്ലാത്തവരോട് അള്ളാഹ് ചോദിക്കുവോ? ഉള്ള ആളോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹ് അയാളോട് ചോദിച്ചിട്ടുണ്ട്, അയാൾ മറുപടി അറിഞ്ഞു. ഞാനും എന്നോടും ചോദിച്ചു, ഞാനും മറുപടി അറിഞ്ഞു. അപ്പൊ എനിക്കുണ്ട് വയസ്സെത്ര? 10,000 മേലെ, എങ്ങക്കുണ്ട് 10,000 മേലെ വയസ്സ്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് പറഞ്ഞു? അനകുന്തു ഇബ്രാഹിമ മുൽഖം ബിനാരിഹി വമാ ബറദൻ നീറാനു ഇല്ലാ ബിതുഫ്ലതി അനകുന്തു മഅനൂഹിം ബിഅലാ സഫീനതി. നൂഹ് നബിന്റെ കപ്പലിൽ ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോ ഞാനുണ്ടായിരുന്നു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മളെ പാവം കുറച്ച് ആളുകള് പറയാ, എങ്ങനെ മുഹീദ്ദീൻ ശൈഖിന് വയസ്സെത്രയുണ്ട്? മുഹീദ്ദീൻ ശൈഖിനെ നൂഹ് നബിന്റെ കൂടെ കപ്പലുണ്ടായാലും മുഹീദ്ദീൻ ശൈഖ് ഉണ്ടായത് വലിയ അത്ഭുത. ഞാനും ഉണ്ടായിരുന്നു നൂഹ് നബിന്റെ കപ്പലില്. എന്താ സംശയം? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലേ, ആദം നബിന്റെ കാലത്ത് നമ്മളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ ചോദിച്ചു മറുപടി അറിഞ്ഞു. പിന്നെ നൂഹ് നബിന്റെ കപ്പൽ കറണ്ട് വിടുത്തുവോ? അപ്പൊ ഞാനും ഉണ്ടായിരുന്നു, നിങ്ങളും ഉണ്ടായിരുന്നു, ഈ ചോദിക്കുന്നവനും ഉണ്ടായിരുന്നു. പക്ഷെ ചങ്ങായിക്ക് ഓർമ്മയില്ലായിട്ടാ. മുഹീദ്ദീൻ ശൈഖിന് അത് ഓർമ്മ ഉള്ളതുകൊണ്ട് പറഞ്ഞു ഞാൻ നൂഹ് നബിന്റെ കൂടെ കപ്പലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചോദിച്ച ചങ്ങായിക്ക് ഓർമ്മയില്ല. അപ്പൊ വയസ്സ് 10,000 കണക്കിന് വയസ്സുണ്ട്. ഇനി അതൊന്ന് ചെറുങ്ങനെ ഞാനങ്ങ് വിശദീകരിച്ചു തരാം. എപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നങ്ങ് വിശദീകരിച്ചു തരുന്ന വേഗം തിരിയും. ഇയാള് പറഞ്ഞല്ലോ 13 വയസ്സ് എന്ന് പറഞ്ഞല്ലോ. ആ 13 വയസ്സ് എന്ന് പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെന്ന് അറിയോ? അയാൾ പറഞ്ഞത് തെറ്റൊന്നുമല്ല. അയാൾ മുത്തല്ലിമായിട്ട് നേരം വെക്കുമ്പോൾ തന്നെ കളവ് പറഞ്ഞാണ്, നിങ്ങൾ വിചാരിച്ചു സത്യം തന്നെയാ പറഞ്ഞു. ആ പറഞ്ഞത് ഒരു ലോകത്താണ്, ഞാനീ പറഞ്ഞത് വേറൊരു ലോകത്താണ്. അയാൾക്ക് 2 ലോകം ഉണ്ട് എന്നുള്ളത് അയാളോട് മറന്നുപോയതാണ്. അതാ 2 ലോകം, ആലമുൽ അർവാഹ്, ആലമുൽ അജ്സാദ്. ശാരീരിക ലോകം, ആത്മീയ ലോകം. ശാരീരിക ലോകത്ത് അയാൾക്ക് വയസ്സ് 14, എനിക്ക് വയസ്സ് 39. ആത്മീയ ലോകത്ത് അയാൾക്കും എനിക്കൊക്കെ വയസ്സ് 10,000 മേലുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ വയസ്സിനെ കുറിച്ചാണ് ഞാൻ 10,000 കണക്കിനുണ്ട് എന്ന് പറഞ്ഞത്. ശരീരത്തിന്റെ വയസ്സിനെ കുറിച്ചാണ് അയാൾ 14 എന്ന് പറഞ്ഞത്. തമ്മിൽ എതിരൊന്നുമില്ല. മനുഷ്യന് 2 ലോകം, ഒന്ന് ശാരീരിക ലോകം, ഒന്ന് ആത്മീയ ലോകം. ഇനി അതൊന്നും കൂടി പറയാം. ശാരീരിക ലോകത്ത് വന്നത് എപ്പോഴാ? ബാപ്പയും ഉമ്മയും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടു. അങ്ങനെ അണ്ടവും ബീജവും തമ്മിൽ സങ്കലനം നടത്തി ഉമ്മാന്റെ വയറ്റിൽ ഒരു ബോഡിപ്പണി തുടങ്ങി. ഉമ്മാന്റെ വയറ്റിൽ ഒരു ബോഡിപ്പണി തുടങ്ങി. ഉമ്മാന്റെ വയറ്റിൽ ബോഡിപ്പണി തുടങ്ങി. എങ്ങനെയാണ് ശരീരത്തിന്റെ തുടക്കം കുറിക്കുന്നത്? ആ ബോഡിപ്പണി 4 മാസം ബോഡിപ്പണി. ഉമ്മാന്റെ വയറ്റിൽ 4 മാസം ബോഡിപ്പണി തുടങ്ങി നടന്നു. 4 മാസമായപ്പോ ഏകദേശം ബോഡി ഒരു വണ്ടിയുടെ കോലം, ബോഡി ക്ലിയറായി, പെയിന്റിംഗ് ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ 4 മാസം കൊണ്ട് ബോഡി ആയപ്പോ എന്ത് ചെയ്തു? ഈ വണ്ടി ഓട്ടാൻ ഒരു ഡ്രൈവർ വേണ്ടേ? അപ്പൊ ഒരു പഴയ ഡ്രൈവറെ വിളിച്ചോണ്ട് വന്നു. ആ ഡ്രൈവറാണ് ആത്മാവ്. അത് നേരത്തെ പഠിച്ചു വെച്ചാണ് ആത്മാവിനെ. ആ ഡ്രൈവറെ കൊണ്ടുവന്നിട്ട് ഈ ബോഡി, മനുഷ്യ ശരീരമാകുന്ന ബോഡിയിലേക്ക് മനുഷ്യ ആത്മാവാകുന്ന ഡ്രൈവറെ കൊണ്ടുവന്ന് 4ാമത്തെ വയസ്സിൽ മലക്കുകൾ അങ്ങോട്ട് കയറ്റി. അതിനാ പഴയ കാലത്ത് പറയലെന്ത്? റൂഹൂദ എങ്ങനെയല്ലേ? കാരണം ഒരു പണ്ടല്ലോ റൂഹൂദ, 4ാം മാസത്തിൽ റൂഹൂദ. റൂഹൂദ എന്നതിന്റെ അർത്ഥം എന്താ? വിളക്കൂദ എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു പരിപാടിയാണ്. റൂഹൂദ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഈ 4 മാസമായ ശരീരത്തിലേക്ക് ആത്മാവാകുന്ന ഡ്രൈവറെ കൊണ്ടുവന്ന് കയറ്റുന്നതിനാണ്, നിക്ഷേപിക്കുന്നതിനാണ് റൂഹ് ഊതുക എന്ന് പറയുന്നത്. അപ്പൊ എന്തായി? 4ാമത്തെ മാസം മുതൽക്ക് ഉമ്മാന്റെ വയറ്റില്, വർക്ക്ഷോപ്പിലെ ഉമ്മാന്റെ വയറ്റിലുള്ള ഈ ബോഡിക്ക് ഒരു ഡ്രൈവറായി. മൂപ്പർ ഒരു 6 മാസത്തോളം അതിന്റെ ഉള്ളിൽ നിന്ന് ടെസ്റ്റാണ്. അതാണ് 4 മാസം വരെ ഗർഭിണിയായ ഉമ്മാക്ക് പ്രശ്നമൊന്നുമില്ല. 4 മാസം കഴിഞ്ഞപ്പണ്ട് മൂപ്പർ ഒരു റിവേഴ്സ് എടുക്കലും ഒരു ഗിയർ മാറ്റലും. അപ്പൊ ഈ പെണ്ണിന് വിഷമോ? ആദ്യത്തെ പോലെ നിന്നൂടാ. കാരണം ഇത് വണ്ടിയും ബാറ്റിലിട്ടല്ലേ പരിപാടി. ഇതിനൊരു ഡ്രൈവറുണ്ട്. മൂപ്പർ റിവേഴ്സ് എടുക്കുന്നത്
ചിലപ്പോ മൂപ്പര് അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു. ചിലപ്പോ ഡോക്ടർമാര് ചിലപ്പോ തല തിരിഞ്ഞിട്ടാണുള്ളത് എന്ന് പറഞ്ഞാല് തല തിരിഞ്ഞിട്ടാണുള്ളത് പറഞ്ഞാല് ഇതിപ്പോ റിവേഴ്സ് എടുത്ത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്ന റോഡ് ഇപ്പുറത്ത് ബ്ലോക്കാ, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണോന്നൊക്കെ പറയും. അതായത് ഇവിടെ പുതിയ റോഡ് വെട്ടാണ്ട് നിവർത്തില്ല, നീ ഇതിങ്ങോട്ട് തിരിച്ചു പോരണ്ടേ. അപ്പൊ ഈ ഡ്രൈവർ 4-ാമത്തെ മാസത്തിൽ ഈ വണ്ടി ഓട്ടാൻ വേണ്ടി കയറിയ ഡ്രൈവറാണ് ആത്മാവ്. ആ ആത്മാവിന് വയസ്സ് 4 മാസമല്ല, അതിന് വയസ്സ് എത്രയോ ഉണ്ട്, 10,000 കണക്കിന് വയസ്സുണ്ട് അതിന്. ആ ഡ്രൈവറാണ് ഈ വണ്ടി കയറിയത്. ഒരു 5-6 മാസം ഉമ്മന്റെ വയറ്റുന്നേ ടെസ്റ്റ് നടത്തി. അങ്ങനെ റോട്ടുമ്മൽ ഇറക്കാനുള്ള പെർമിറ്റ് കിട്ടിയപ്പോ ഒരു ദിവസം മൂപ്പര് വണ്ടി കൊണ്ടിക്ക് പുറത്തേക്ക് പോയത്. അതാ പ്രസവം. അന്ന് മുതൽക്ക് ഡേറ്റ് വെച്ചിട്ട് ഐക്കുട്ടി 13 വയസ്സ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുക, ഈ വണ്ടിയിൽ കയറിയ ഡ്രൈവർ അപ്പൊ ഈ ആത്മാവ് ഈ ബോഡിയിലേക്ക് കയറുന്നതിന് മുമ്പാണ് 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി വിളിച്ചപ്പോ കേട്ടത്. 10,000 കണക്കിന് കൊല്ലം മുമ്പ് അള്ളാഹ് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞത്. അന്ന് ഈ ഡ്രൈവർ ശരീരത്തിൽ ബോഡിയിലില്ല, വാഹനത്തിൽ കയറിയിട്ടില്ല, മൂപ്പര് സ്വതന്ത്രമായി പുറത്തുക്കാണ്. അന്നാണ് അള്ളാഹ് ചോദിച്ചു മറുപടി പറഞ്ഞോക്കെ. അതാ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്. അങ്ങനെ ഈ ഡ്രൈവർ പുറത്തു വന്നല്ലോ. ഈ പുറത്തു വന്ന ഡ്രൈവറെ മൂപ്പര് കുറച്ചും കൂടി ഇവിടെ എങ്ങനെ ഈ വണ്ടിയുമായിട്ട് ഇങ്ങനെ നടന്നു. ഈ വണ്ടിയുമായി മൂപ്പര് ജീവിക്കുമ്പോ വണ്ടിയുടെയും ഡ്രൈവറുടെയും ഉടമസ്ഥനാണ് റബ്ബുൽ ആലമീനായ അല്ലാഹു തആല. ഈ അല്ലാഹു തആല ഈ വണ്ടി എങ്ങനെ ഓട്ടണം എന്നതിന് ഡ്രൈവർക്ക് ഒരു നിയമം കൊടുത്തു. ട്രാഫിക് നിയമം ഉണ്ടാവൂലേ, ആ നിയമമാണ് ഇസ്ലാമിക ശരീഅത്ത്. ഈ വണ്ടി എങ്ങനെ ഓട്ടണം, അത് ആ നിയമം അനുസരിച്ച് കൊടുക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. എങ്ങനെ ഓട്ടണം നോക്കിക്കോളികൾ. ചില സ്ഥലത്ത് 1 വേ റൂട്ടാണ്. എങ്ങനെ എന്റെ ഭാര്യക്ക് പൊന്നിന്റെ മാലട, പൊന്നിന്റെ വളയിട, മോതിരട, കഴുത്തിലിട ഒക്കെ ഇടാ. എനിക്ക് പൊന്നിന്റെ യാതൊന്നും പറ്റൂല. അതായത് 37 ആ റൂട്ട് പോവാ, എനിക്ക് പോയിക്കൂടാ. 1 വേ ആണ്. വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോ എനിക്ക് ജുമാക്ക് വള്ളിയിൽ പോവാ, എന്റെ ഭാര്യ അടുക്കളയിലേക്കും പോവാ. 1 വേ റൂട്ടാണ്. എന്റെ വണ്ടി ഓടിക്കാം, അവളെ വണ്ടി ഓടിച്ചൂടാ. ഇനിയും നിങ്ങൾ നോക്ക്, വണ്ടി ഓട്ടുന്ന ഡ്രൈവർമാർ രാത്രി ലൈറ്റ് വിട്ട് വണ്ടി ഓട്ടുമ്പോ അങ്ങനെ ഇങ്ങോട്ടൊരു വണ്ടി വന്നാ എന്താ ചെയ്യാ? ലൈറ്റ് ഡിമ്മാക്കണോ? അതുപോലെ തന്നെ ചെറുപ്പക്കാരെ, നിങ്ങൾ ഓട്ടമുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ അങ്ങനെ ഇങ്ങോട്ട് ഒരു സ്ത്രീ വരുന്ന കണ്ടാല് ഡിമ്മാക്കണോ കണ്ണങ്ങിമിക്കളണോ? കണ്ണിമിക്കൾ. അങ്ങനെ ഇങ്ങോട്ട് ഒരു പെണ്ണ് വരികയാണ്, അപ്പൊ നമ്മൾ കണ്ണിമിക്കൊള്ളണം. പെണ്ണോ ഓളും ഡിമ്മാക്കണോ? ഒളിങ്ങിട്ട് ആണുങ്ങളെ മൊത്തം നോക്കാൻ പാടില്ല. പുരുഷന്മാരും കണ്ണടച്ചോളണം, സ്ത്രീകളും കണ്ണടച്ചോളണം, ഡിമ്മായിക്കൊള്ളണം. അങ്ങനെ ഇങ്ങോട്ട് വേറെ വണ്ടി വരികയാണ്. ഇനി ഈ വണ്ടിയിൽ മായം ചേർത്ത പെട്രോളും ഡീസലൊന്നും കഴിച്ചേക്കരുത്, വണ്ടിക്ക് കേടുവരും. അതായത് അന്യന്റെ ഹക്ക് തിന്നരുത്, പലിശ വാങ്ങി തിന്നരുത്, യതീം കുട്ടികൾ തിന്നരുത്, അങ്ങനെ തുടങ്ങിയിട്ട് മായം ചേർത്തത് ഈ വണ്ടിക്ക് അനുയോജ്യമല്ലാത്ത യാതൊരു എണ്ണയും ഒരു ഓയിലും ഇതിന് ഉപയോഗിക്കരുത്. അതൊക്കെ ഈ വണ്ടിക്ക് അനുയോജ്യമായത് മാത്രം ഉപയോഗിച്ചോളണം. അല്ലെങ്കിൽ വണ്ടിക്കും കേടുവരും, ഡ്രൈവർക്ക് ശിക്ഷയും ഉണ്ടാകും. ഈ വണ്ടിയുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ ലൈസൻസും ഈ വണ്ടി തന്നെയും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇൻസ്പെക്ടർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ബോധ്യപ്പെടുത്തണം. ഇതുപോലെ ഈ മനുഷ്യൻ ഇവന്റെ ശരീരവും ആത്മാവും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ദിവസം ചുരുങ്ങിയത് 5 പ്രാവശ്യം കൊണ്ടുപോയി സമർപ്പിച്ചോളണം. ഈ വണ്ടി നിയന്ത്രിക്കുന്ന സമയത്ത് ഈ വണ്ടി എങ്ങനെ നിയന്ത്രിക്കണം എന്നതിന് കൊടുത്ത നിയമം തെറ്റിയിട്ട് ഈ വണ്ടി ഓടിച്ചാൽ വണ്ടിക്കും ശിക്ഷയുണ്ട്, ഡ്രൈവർക്കും ശിക്ഷയുണ്ട്. മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ഒരു വണ്ടി ഒരു കുട്ടിയെ തട്ടി, കുട്ടിക്ക് അപകടം പറ്റിയാൽ ആ വണ്ടിയിലെ ഡ്രൈവറെ വലിച്ചിട്ട് ജനങ്ങൾ തല്ലും, വണ്ടിന്റെ ഗ്ലാസ് കുത്തി പൊട്ടിച്ചു കളയുകയും ചെയ്യും. വണ്ടിക്കും ശിക്ഷയുണ്ട്, ഡ്രൈവർക്കും ശിക്ഷയുണ്ട്. ഇതുപോലെ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ആത്മാവ് അതിന്റെ നിയമാനുസരണം ഓടിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ ശരീരത്തിനുമുണ്ട്, ആത്മാവിനും ശിക്ഷയുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, അങ്ങനെ അള്ളാഹുവിന്റെ നിയമപ്രകാരം ഈ വണ്ടി ഓടിക്കാനുള്ള കൽപ്പന ഈ ആത്മാവിനുണ്ട്. ഇനി നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കൂ, ഈ ആത്മാവ്
മരിക്കുക. നമ്മൾ സാധാരണ മനുഷ്യൻ മരിക്കുക എന്ന് പറയാറുണ്ട്. ഇത് വളരെ നീണ്ടൊരു വിഷയമാണ്. മരിക്കുക എന്ന് പറയാറുണ്ട്. എന്തിനാണ് മരണം എന്ന് പറയുന്നത്? മരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങലാണ്. നേരത്തെ മലക്ക് കൊണ്ടുവന്ന് 4-ാമത്തെ വയസ്സിൽ ഡ്രൈവർ അങ്ങോട്ട് കയറ്റിയല്ലോ. ഇനി ആ ഡ്രൈവറെ അങ്ങോട്ട് പുറത്തിറക്കാനും ഒരു മലക്ക് വരും. അതാ മലക്കുൽ മൗത്ത്. ഇറങ്ങിയടാ. ഓട്ടേണ്ട കാലമൊക്കെ കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ അതിന്റെ ഓടേണ്ട സമയം കഴിഞ്ഞാൽ ഇനി ഓടണ്ട, ഇറങ്ങിക്കടാ. ഇറങ്ങിക്കോ എന്ന് പറയുമ്പോ ഇതുവരെ കൽപ്പിച്ച റൂട്ടിൽ കൽപ്പിച്ചതുപോലെ വണ്ടി ഓട്ടിയ ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവറെ ഇറക്കുന്നത് സമ്മാനം കൊടുക്കാനാ. ഇറങ്ങിക്കോ എന്ന് പറയുമ്പോ തന്നെ സന്തോഷത്തോട് ഡ്രൈവർ ഇറങ്ങിപ്പോയി. അതാ മൂമിനീങ്ങളെ റൂഹ് സന്തോഷത്തോട് പുറത്തുവിടുന്ന അറിഞ്ഞത്. മുത്തഖീങ്ങളെ റൂഹ് സന്തോഷത്തോടെ സമ്മാനം വാങ്ങാൻ വിളിക്കല്ലേ, വിളിക്കുമ്പോ തന്നെ മൂപ്പര് ഇറങ്ങിപ്പോയി, ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് റോട്ടും വന്നൊരു കുട്ടിയെ തട്ടിയ ഒരു ഡ്രൈവറാണ് വണ്ടിയും കൊണ്ടുവരുമ്പോ അതാ കുറച്ചു ചെറുപ്പക്കാർ വന്ന് തടുത്തിട്ട് ഇറങ്ങടാ എന്ന് പറയുമ്പോ മൂപ്പര് ഇറങ്ങുന്നില്ല. കാരണം ഇറങ്ങിയാ തല്ലിട്ടു. ഇറങ്ങാൻ മൂപ്പർക്ക് മടിയാണ്. ഇതുപോലെ അവിശ്വാസിയും തെമ്മാടിയുമായ മനുഷ്യനോട് മലക്ക് വന്നിട്ട് ഇറങ്ങിക്കോ എന്ന് പറയുമ്പോ അവിശ്വാസിയുടെ റൂഹ് ഇറങ്ങാൻ വേണ്ടി മടി കാണിക്കുന്നു. അവൻ ഇറങ്ങാൻ തോന്നുന്നില്ല. കാരണം ഇറങ്ങിയാൽ സമ്മാനമല്ല, ഇറങ്ങിയാൽ ശിക്ഷയാണ്. പക്ഷേ ഇവനെ വണ്ടിയിൽ ഇരുത്തൂല. സബാനിയാക്കളായ മലക്കുകൾ അവന്റെ റൂഹിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇട്ടുപോയി. ഭയാനകമാണ് ആ മരണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഈ ഡ്രൈവർ, ശരീരമാകുന്ന വണ്ടിയെ നിയന്ത്രിക്കുന്ന ഡ്രൈവർ, ആ ഡ്രൈവർ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുമ്പോ അതിന് കൊടുത്ത നിയമാനുസൃതം ഓടിച്ചോളണം. അഥവാ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചോളണം. 5 നേരം കൃത്യമായി നിസ്കരിച്ചോളണം. ഹറാമ് കൈയൊഴിച്ചോളണം. അല്ലാഹ് കൽപ്പിച്ചതൊക്കെ എടുത്തോളണം. അതാണ് അല്ലാഹു തആല ഈ വണ്ടി ഓട്ടാൻ വേണ്ടി കൊടുത്ത നിയമം. ഇനി നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? ഈ വണ്ടിയിലേക്ക് കയറിയ ഡ്രൈവറാണ് ആത്മാവ് എന്ന് പറഞ്ഞു. വണ്ടി കയറുന്നതിന് മുമ്പ് ഈ ഡ്രൈവർക്ക് കേൾവി ഉണ്ട് എന്നാ പറഞ്ഞത്. അതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ വണ്ടിയിൽ കയറാത്ത ഡ്രൈവറെയാണ് വിളിച്ചത്, അഥവാ ആത്മാവിനെയാ വിളിച്ചത്. വിളിച്ചത് എവിടെന്നാണ്? വിളിച്ചത് മക്കത്തുനിന്നാണ്. കേട്ടത് എവിടെയാണ്? കേട്ടത് മണ്ണാർക്കാടാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ശരീരത്തിലുള്ള സമയത്ത് മനുഷ്യന് കേൾവി ഉണ്ടാകൽ സാധാരണയായി അതിനൊരു ദൂരക്കണക്കുണ്ടെങ്കിലും ശരീരത്തിന്റെ പുറത്തുള്ള സമയത്ത് ആത്മാവിന് കേൾവിക്ക് ദൂരപ്രശ്നം ഇല്ല. ഇബ്രാഹിം നബി അലിഹിസ്സലാം മക്കത്തുനിന്ന് വിളിച്ചപ്പോ മണ്ണാർക്കാടുള്ള ആചാര്യ കേട്ടു. എന്നാൽ ഇപ്പൊ മക്കത്ത് പോയിട്ട് ഒരാൾ വിളിച്ചാൽ ഇവിടെ കേൾക്കൂല. എന്താ കാരണം? ഇപ്പൊ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആത്മാവാണ്. ശരീരത്തിന്റെ പുറത്തുള്ള സമയത്ത് ആത്മാവിന് ദൂരം പ്രശ്നമായില്ല. ഇബ്രാഹിം നബി മക്കത്തുനിന്ന് വിളിച്ചപ്പോൾ ഇവിടെ കേട്ടു. ഇനി ഒന്നുകൂടി മനസ്സിലാക്കി. ഇബ്രാഹിം നബി ഏത് ഭാഷയിലാണ് വിളിച്ചത്? ഇബ്രാഹിം നബി തമിഴിലാണോ വിളിച്ചത്? തെലുങ്ക് ഭാഷയിലാണോ വിളിച്ചത്? ഇബ്രാഹിം നബി ഗുജറാത്തിയിലാണോ വിളിച്ചത്? മറാഠിയിലാണോ വിളിച്ചത്? മലയാളത്തിലാണോ വിളിച്ചത്? ഇബ്രാഹിം നബി ഏത് ഭാഷയിൽ വിളിച്ചാലും ഭാഷ പ്രശ്നമല്ലാത്ത നിലക്ക് ശരീരത്തിന്റെ ഉള്ളിലല്ല പുറത്തുള്ള ആത്മാവിന് മനസ്സിലായി പോയി. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇബ്രാഹിം നബി വിളിച്ചത് കേട്ടിട്ട് പോകുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അപ്പോ ശരീരത്തിന്റെ പുറത്തുള്ള സമയത്ത് ആത്മാവിന് ഭാഷ പ്രശ്നമല്ലെന്നും ആത്മാവിന് ദൂരം പ്രശ്നമല്ലെന്നും നമുക്ക് മനസ്സിലായി. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്ക്. ഇതുകൊണ്ട് തന്നെയാണ് ശരീരത്തിൽ നിന്റെ പുറത്ത് ശരീരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്, ആദം നബിയുടെ കാലത്ത് സർവ്വ മനുഷ്യന്മാരോടും അല്ലാഹ് അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ എന്ന് ചോദിച്ചു എന്ന് ഖുർആനിൽ അല്ലാഹ് പറയുന്നു. അപ്പൊ അല്ലാഹു തആല ചോദിച്ചത് ആരോടാണ്? ശരീരത്തിന്റെ പുറത്തുള്ള ആത്മാവിനോടാണ്. ഇപ്പോഴത്തെ നമ്മളെ പുത്തൻവാദികളെ വാദം എന്താണ്? മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ പറയുന്നത് എന്താണ്? ശരീരത്തുനിന്ന് പുറത്തിറങ്ങിയ ആത്മാവിന് കേൾവിയില്ലെന്നാണ്. അതുകൊണ്ടാണല്ലോ ബദരീങ്ങളെ വിളിച്ചാൽ കേൾക്കൂല, മരിച്ചുപോയി. അതേ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ കേൾക്കൂല, മരിച്ചുപോയി എന്ന് പറയുന്നത്. ഓ മനുഷ്യ, മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തിറങ്ങലാണ്. എങ്കിലും നീ മനസ്സിലാക്കൂ. മനസ്സിലായില്ലേ? മരണം തന്നെ എന്താ തിരിഞ്ഞില്ലേ? തിരിയാത്തവർക്ക് മരിക്കുമ്പം തിരിയൂ. ഞാനെന്ത് ചെയ്യാനാ? മുഫാറഖത്തു റൂഹിലിൽ ജസദി, ശരീരമാകുന്ന വണ്ടിയിൽ നിന്ന് ഡ്രൈവറാകുന്ന ആത്മാവ് പുറത്തിറങ്ങുന്നതിനാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ഡ്രൈവറാകുന്ന ആത്മാവ് പുറത്തുള്ള സമയത്താണ് ഇബ്രാഹിം നബി വിളിച്ചത്.
അപ്പൊ ഇബ്രാഹിം നബി മക്കത്തുനിന്ന് വിളിച്ചാൽ കേരളത്തിൽ കേൾക്കുമെന്ന് ഇബ്രാഹിം നബി ചിന്തിച്ചില്ല. കാരണം ശരീരത്തിലില്ലാത്ത ആത്മാവിന് ദൂരം പ്രശ്നമല്ല എന്ന് ഇബ്രാഹിം നബി വിശ്വസിച്ചു. പക്ഷെ നമ്മളെ ഇബ്രാഹിം മൗലവി അത് അംഗീകരിക്കുന്നില്ല. ഇനി നിങ്ങൾ ഒന്നുകൂടി നോക്കൂ സഹോദരന്മാര്, ശരീരത്തിന്റെ പുറത്തുള്ള സമയത്താണ് ആത്മാവിനോട് അല്ലാഹു തആല സംസാരിച്ചത്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ ശരീരത്തിന്റെ പുറത്താണ് ആത്മാവുള്ളത്. ശരീരത്തിന്റെ പുറത്തുള്ള ആത്മാവിനോട് അല്ലാഹു ചോദിക്കുമ്പോ ശരീരത്തിന്റെ ഉള്ളിലുള്ള സമയത്ത് മാത്രമല്ല ആത്മാവിന് കേൾവിയുള്ളത്, ശരീരത്തിന്റെ പുറത്താകുമ്പോഴും ആത്മാവ് കേൾക്കുന്നുണ്ടെന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ടാണ് ശരീരത്തിന്റെ പുറത്തുള്ള ആത്മാവിനോട് ആദം നബിയുടെ കാലത്ത് അല്ലാഹു ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബ് തന്നെയല്ലയോ? അപ്പൊ ശരീരത്തിന്റെ പുറത്തുള്ള ആത്മാവാണ് മറുപടി പറയുന്ന അല്ലാഹു പറയുന്നത്, ഖാലൂ ബലാ ഷഹീദിനാ, അതേ തമ്പുരാനെ, അതേ റബ്ബേ, നീ തന്നെയാണ് ഞങ്ങളെ റബ്ബ്, ഷഹീദിനാ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പൊ ശരീരത്തിന്റെ പുറത്തുള്ള ആത്മാവ് ഉത്തരം ചെയ്യുമെന്നും നമുക്ക് മനസ്സിലായി, ശരീരത്തിന്റെ പുറത്തുള്ള ആത്മാവ് കേൾക്കുമെന്നും നമുക്ക് മനസ്സിലായി. ഇതൊക്കെ ജനിക്കുന്നതിന് മുമ്പാണെങ്കിൽ മരണത്തിന്റെ ശേഷവും ആത്മാവ് പുറത്തും ശരീരം വേറെയുമാണ്. അപ്പൊ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ ഉള്ളിലുള്ള സമയത്ത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന മുജാഹിദ് വാദം, എന്ന ജമാഅത്ത് ഇസ്ലാമി വാദം, അത് ഖുർആനിന് വിരുദ്ധമാണ്, അല്ലാഹു പഠിപ്പിച്ചതിനെതിരാണ്. ശരീരത്തിന്റെ പുറത്തുള്ള സമയത്ത് മുമ്പ് ആത്മാവ് കേട്ടിട്ടുമുണ്ട്, ഉത്തരം ചെയ്തിട്ടുമുണ്ട്. ഇനി ഒന്നും കൂടി അവിടെ മനസ്സിലായിക്കൊള്ളി, ആത്മാവ് യഥാർത്ഥത്തിൽ ശരീരത്തിൽ ഉള്ളപ്പോഴും നമ്മൾ പറയുന്നതും ചോദിക്കുന്നതൊക്കെ ആത്മാവിനോടാണ്, ചെയ്യുന്നതും ആത്മാവാ. ഇതൊക്കെ അതിന് ഉപയോഗിക്കാനുള്ള പാർട്സുകൾ മാത്രമാണ്. അങ്ങനെ പറഞ്ഞ മനസ്സിലായില്ലേ? എന്നാ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മള് മണ്ണാർക്കാട്ടത്ത് ഒരാചാരോട് ഒരാൾ 10,000 രൂപ കടമാക്കി പോന്ന പോക്കിൽ പൈസയും കൊണ്ട് പോകുമ്പോ ഓട്ടോറിക്ഷയിലാ പോകുന്നത്. ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് ഈ പൈസ വാങ്ങിയ ചങ്ങായിന്റെ കൈ മുറിഞ്ഞുപോയി. ഒരു മാസം കഴിഞ്ഞിട്ട് പൈസ കൊണ്ട് കൊടുക്കാറ് 2 മാസം കഴിഞ്ഞിട്ട് പൈസ കിട്ടാണ്ടായപ്പോ ആചാര്യ ഇയാളെ നോക്കി പോയി, എടാ എന്റെ പൈസ തരാത്തെന്ന് ചോദിച്ചു. ഇപ്പൊ ഇയാള് പറയണ്ട, വാങ്ങിയാളെ ഇപ്പം കാണുന്നില്ല. കേസ് വാങ്ങിയാളെ കാണുന്നില്ല, കാരണം അത് കൈയല്ലേ വാങ്ങിയ, കൈ മുറിഞ്ഞു പോയില്ലേ. ഇവനെ വെറുതെ വിടുവോ ഈ ആചാര്യ? എന്താ കാരണം? കൈയല്ല വാങ്ങിയത്, വാങ്ങിയാൾ ആത്മാവാ, മൂപ്പയിപ്പുണ്ട്. കൈ ഒരു ഉപകരണം മാത്രമാണ്. ഈ ആത്മാവിന് ഉപയോഗിക്കാനുള്ള ഉപകരണം മാത്രമാണ് ആത്മാവ്. ഞാൻ തന്നാരാ? കയ്യ, കാല, കണ്ണ, മൂക്ക, നാക്ക, തലയ, ആരെ ഞാൻ? ഇതിനുള്ളിലുണ്ടൊരു ഞാൻ, അതാ ഡ്രൈവർ ആത്മാവ്. നീ, ഇതിനുള്ളിലുണ്ടൊരു നീ. ഇനി കടം കൊടുത്തോന്റെ കൈ മുറിഞ്ഞു പോയി നിൽക്കാം. അപ്പൊ ഇയാള്, മോനെ എന്റെ കൈയൊക്കെ പോയി, വലിയ പൈസന്റെ വലിയ ഞെരുക്കണ്ട, എന്റെ പൈസയും കയറണോ? തന്നാളെ കാണുന്നില്ലല്ലോ എന്ന് പറയാൻ പറ്റുമോ? തന്നാളിപ്പോ ഉണ്ട്. ആ തന്നാൾ ഉപയോഗിച്ച പാർട്സ് മാത്രമാണ് കൈ. മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈ ആത്മാവാണ്, പ്രഥമവും പ്രധാനവുമായി ആത്മാവാണ്. ആ ആത്മാവ് ശരീരത്തിലുള്ള സമയത്ത് കേട്ടു, ശരീരത്തിന്റെ പുറത്തുള്ള സമയത്തും കേട്ടു. അതാണ് ചരിത്രം, അതാണ് സംഭവം, ഖുർആൻ പറഞ്ഞ സംഭവം. ആ ആത്മാവ് ശരീരത്തിന് പിരിഞ്ഞാലും കേൾക്കൂ. ഒന്നും കൂടി മനസ്സിലാക്കാൻ നമ്മളെ ഒരു മൗലവി മരിച്ചു, ഉദാഹരണത്തിന് കെ എം മൗലവി മരിച്ചല്ലേ, സംഭവം ഉള്ളതന്നല്ലേ. മരിച്ച മൗലവിനെ കബർ കൊണ്ടുപോയി വെച്ച് മുങ്കർ നക്കീർ വന്നിട്ട് ചോദിച്ചു, മർ റബ്ബുക്കാൻ. ഇപ്പൊ മൗലവി പറയാണ്, പരിഭാഷപ്പെടുത്തണോ, തിരിയുന്ന ഭാഷയെ പറയണോ മുങ്കർ നക്കീറിനോടെ? അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. എന്താ കാരണോ? ശരീരത്തിന്റെ പുറത്ത് പോയ ആത്മാവിന് ഏത് ഭാഷയെ പറഞ്ഞാലും ഓക്കെയാണ്. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഖബറിൽ പരിഭാഷ തുടങ്ങണമെന്ന് ആരും പറയൂല. കാരണം ശരീരത്തിന് പിരിഞ്ഞാ പിന്നെ ശരീരത്തിൽ കടക്കുന്നതിന് മുമ്പുള്ള പോലെയാണ്. ശരീരത്തിൽ കടക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഇബ്രാഹിം നബി വിളിച്ചപ്പോ പിന്നെ എനിക്ക് മലയാളത്തിൽ വിളിച്ചാലേ തിരിയുള്ളൂ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതുപോലെ ഭാഷ പ്രശ്നമല്ല, ദൂരം പ്രശ്നമല്ല. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ശരീരത്തിൽ ആത്മാവുള്ള സമയത്ത് കേൾക്കണമെങ്കിൽ നിങ്ങളൊരു കാറിൽ കയറിയിട്ട് കാറിന്റെ ഗ്ലാസ് ഒക്കെ കയറ്റി കാറ്റ് കടക്കാത്ത നിലക്ക് നിങ്ങൾ കാറിലിരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ കേൾക്കൂല. ഗ്ലാസ് അല്പം താത്തണം, കാരണം കാറ്റ് കടക്കാത്ത സ്ഥലത്ത് കേൾവിയില്ല. അതേ സമയത്ത് ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ കിതാബ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം,
അതേ സമയത്ത് ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ കിതാബ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇന്നഹു ലയസ്മഉ ഖർആന ആലിഹിം, മരിച്ചിട്ട് ഖബറിൽ കൊണ്ടുപോയി വെച്ച മയ്യിത്ത് അതിന്റെ മേലെ കല്ല് വെച്ചു അല്ലെങ്കിൽ പലക വെച്ചു, എന്നിട്ട് മണ്ണ് കൊണ്ട് മൂടി, ഒരു കാറ്റിന്റെ ദ്വാരം പോലും ഇല്ലാതെ ഒരു വായു കടക്കാത്ത സ്ഥലത്ത് ഈ മയ്യിത്തിരിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു ഇന്നഹു ലയസ്മഉ ഖർആന ആലിഹിം, മയ്യിത്ത് മറവ് ചെയ്ത ആളുകൾ തിരിച്ചു പോകുമ്പോ അവരെ ചെരുപ്പിന്റെ ശബ്ദം മയ്യിത്ത് കേൾക്കും. വായു കടക്കാത്ത സ്ഥലത്ത് ശബ്ദം കേൾക്കുമോ? വായു കടക്കാത്ത സ്ഥലത്ത് ശബ്ദ തരംഗങ്ങൾ എത്തുമോ? ആ ചോദ്യം അവിടെ ഇല്ല. കാരണം ശരീരത്തിന്റെ പുറത്തിറങ്ങിയ ആത്മാവിന് നിങ്ങളെ ഈ ഭൗതിക നിയമങ്ങൾ ബാധകം അല്ല. ഇനി ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക, ഈ ശരീരത്തിലായി നീങ്ങിപ്പോന്ന ഈ ആത്മാവ് അഥവാ ശരീരമാകുന്ന വണ്ടിയുടെ ഡ്രൈവർ, ഈ ഡ്രൈവർ ഭൂമി ലോകത്ത് ജീവിച്ചു. പിന്നീട് അതാ മലക്കുകൾ വന്ന് ഈ വണ്ടിയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ആത്മാവ്, സഹോദരന്മാരെ, ഇനി എന്താണ് വണ്ടി ചെയ്യുന്നത്? ശരീരം എന്താണ് ചെയ്യാൻ പോകുന്നത്? ശരീരം കൊണ്ടുപോയി അതാ ഒരു ഷെഡിലേക്ക് കൊണ്ടുപോയി, അതാണ് ഖബറ്. ഖബറിലേക്ക് കൊണ്ടുപോയി നിർത്തി. പക്ഷേ ആ ഖബറിൽ കിടക്കുന്ന ഷെഡിൽ കിടക്കുന്ന വണ്ടിയും നേരത്തെ ഓട്ടിയ ഡ്രൈവറും തമ്മിൽ ഒരു ബന്ധം അല്ലാഹു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ബന്ധമുണ്ടെങ്കിലും സാധാരണ വണ്ടിയാണെങ്കിൽ വണ്ടി കുറെ കാലം കഴിയുമ്പോ കേടുവന്നു പോകും. പക്ഷേ VIP-കളായ ഡ്രൈവർമാര് ഓടിച്ച VIP-കളെ വണ്ടിയാണെങ്കിൽ അതിന് പ്രത്യേകം സംരക്ഷണമാണ്. പ്രധാനമന്ത്രിയുടെ വണ്ടി എന്റെ വണ്ടി പോലെയാണോ? അത് ബുള്ളറ്റ് പ്രൂഫാണ്. അതിന് സംരക്ഷണത്തിന് 4 ഭാഗം പോലീസുകാർ തോക്കും പിടിച്ച് നിൽക്കുകയാണ്. അതേ രാഷ്ട്രപതിയുടെ വാഹനമാകുമ്പോൾ അതിന് സംരക്ഷണമാണ്. എന്നാൽ VIP-കളായ ചില ആളുകൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഉണ്ട്. അവരാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ. അവർ ഈ വണ്ടി ഓട്ടുന്ന സമയത്ത് അപകടം കൂടാതെ ഓട്ടിയവരാണ്, അപകടത്തിലേക്ക് തിരിയാത്തവരാണ്. പോരാ, അല്ലാഹു ആദരിച്ച് ബഹുമാനിച്ചവരാണവർ. അവർ VIP-കളാണ്. VIP-കളായ അമ്പിയാക്കൾ, ഔലിയാക്കളുടെ ശരീരം, അവരുടെ ബോഡി, ആ ബോഡിക്ക് പ്രത്യേകം കാവൽ നിർത്തിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പുഴുവിനും, ഒരു പ്രാണിക്കും, ഒരു ചെതലെറുമ്പിനും, ഒരു വസ്തുവിനും അവരെ ശരീരത്തിലേക്ക് അടുക്കാൻ കഴിയില്ല. അവരുടെ ബോഡിക്ക് സംരക്ഷണം കൊടുത്തുപോയി. VIP-കൾ ഓടിയ വണ്ടിയാണല്ലോ. അതാണ് അൽ അംബിയാ ജമീഉഹും തഹത الثرى أجسامهم حفظت من الديدان ما للبلا بلحومهم وجسومهم أبدا وهم تحت التراب يداني. ആരാണിത് പാടിയത്? മുജാഹിദിന്റെ പതാക പിടിച്ച നേതാവാണെന്ന് മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിമാണ് ഈ 2 വരി പദ്യം പാടിയത്. അയാൾ എന്താ പറയുന്നത്? നമുക്ക് മുജാഹിദുകളോട് പ്രത്യേകം വെറുപ്പൊന്നുമില്ല, ജമാഅത്ത് ഇസ്ലാമിക്കാരോട് വെറുപ്പില്ല. ആര് നേര് പറഞ്ഞാലും നേരാന്ന് നമ്മൾ പറയും, തെറ്റു പറഞ്ഞാൽ തെറ്റാന്ന് പറയും. ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ശരിയാണ്. എന്താണ് അയാൾ പറഞ്ഞത്? الأنبياء جميعهم تحت الثرى أجسامهم حفظت من الديدان. അതാ മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന അമ്പിയാക്കളുടെ ശരീരങ്ങൾ എല്ലാ പുഴുക്കളിൽ നിന്നും സംരക്ഷണം കൊടുത്തുപോയി. മാലിൽ ബിലാബി ലുഹൂമിഹിം വജുസൂമിഹിം അബദം വഹും തഹത തുറാബി യദാനി. മണ്ണിന്റെ ഉള്ളിൽ വെച്ച് ഒരു സാധനത്തിലും അമ്പിയാക്കളെ ശരീരം കേടുവരുത്താൻ സാധ്യമല്ല. ഇതുപോലെ തന്നെയാണ് ശുഹദാക്കൾ, ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖന്മാർ. അവരെ ശരീരത്തിനും കേടുവരുത്തുക സാധ്യമല്ല. കാരണം അത് VIP-കൾ സഞ്ചരിച്ച ബോഡികളാണ്, VIP-കൾ സഞ്ചരിച്ച വാഹനങ്ങളാണ്. അതിന് അല്ലാഹു പ്രത്യേകം കാവൽ കൊടുത്തുപോയി. ഈ കാരണം കൊണ്ടാണ് സഹോദരന്മാരെ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു തആല റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കിനെ പറഞ്ഞയച്ചത്. ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയും ചാരി പിടിച്ച് നിസ്കരിക്കുകയാണ്. ഖുർആനിൽ അല്ലാഹു പറയാൻ, നിസ്കരിക്കുമ്പോ മലക്ക് വന്നിട്ട് എന്ത് പറഞ്ഞു? മലക്കുൽ മൗത്ത് വന്നിട്ട്, ഏയ്
വണ്ടിന്ന് ഇറങ്ങാനുള്ള സമയമായിന്. ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങാൻ ഇങ്ങനെ തന്നെ ഓടുന്നേ ഓടാ. എന്താ ഇന്ന് വണ്ടിന്ന് പിടിച്ചിറക്കലില്ല. നിങ്ങൾക്ക് വഫാത്ത് ആണ്ട സമയമായി, നിങ്ങളെ ഡ്യൂട്ടി കഴിഞ്ഞു, നിങ്ങൾ ഇറങ്ങുന്നോ? ഇറങ്ങിക്കോളി. ഇല്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഓവർ ടൈം എടുക്കുന്നോ? എടുത്തോളി. എന്താ ഇന്ന് അവ സുലൈമാൻ നബി പറഞ്ഞു ഓവർ ടൈം ഒന്നും വേണ്ട, ഇവിടെ തന്നെ ആയിക്കോട്ടെ. നിസ്കാരത്തിൽ തന്നെ പിടിച്ചോ പറഞ്ഞു. പിടിച്ചു, നിസ്കാരത്തിൽ തന്നെ പിടിച്ചു കഴിഞ്ഞപ്പോ സുലൈമാൻ നബി അടിയും ചാരി പിടിച്ച് നിസ്കരിക്കല്ലേ. സുലൈമാൻ നബി നിസ്കാരത്തിൽ നിന്നർത്ഥം തന്നെ എന്തോ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ശരീരത്തിന് എന്തോ കേട് വരുന്നുണ്ടോ? ഒന്നുമില്ല. കാരണം ഇത് VIP കളെ വണ്ടിയല്ലേ, വണ്ടിക്കുണ്ടോ കേട് വരുന്നത്. സുലൈമാൻ നബി നിന്ന നിർത്തം. അപ്പോഴും ജിന്നുകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ പണിയെടുക്കുകയാണ് അപ്പുറത്ത്. ജിന്നുകൾ സുലൈമാൻ നബിനെ പേടിച്ചിട്ട് ഭയങ്കര പണിയിലാണ്. അപ്പൊ സുലൈമാൻ നബി നിസ്കാരത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ജിന്നുകൾ ഭയങ്കര പണി തന്നെ പണി. മാസങ്ങൾ കുറെ കഴിഞ്ഞു. അപ്പൊ എന്തുണ്ടായി? ഖുർആനിൽ അല്ലാഹു പറയാണ്. എന്ത് പറഞ്ഞു? ഫലമ്മാ ഖളൈനാ അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദി തഅകുലു മിൻ സഅത. സുലൈമാൻ നബി ചാരി പിടിച്ച വടി ചെതലെറുമ്പ് തിന്നിട്ട് വടി മുറിഞ്ഞങ്ങ് വീണുപോയി. സുലൈമാൻ നബി നിന്ന നിർത്തോണ്ട് ചാരി പിടിച്ച വടി ചെതലെറുമ്പ് തിന്നിട്ട് വടി മുറിഞ്ഞങ്ങ് വീണുപോയി. അപ്പോഴാണ് ജിന്നുകൾക്ക് മനസ്സിലാകുന്നത് സുലൈമാൻ നബി വഫാത്തായിട്ട് മാസങ്ങൾ കഴിഞ്ഞു, ഒരു രോമത്തിന് പോലും കേടുപറ്റിയിട്ടില്ല. ഖുർആനിൽ അല്ലാഹു പറയുന്നു, കണ്ടോ നിങ്ങൾ VIP കളെ വണ്ടിയാണ്, VIP കളെ ബോഡിയാണ്. ഇനിയും നിങ്ങൾ നോക്കൂ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഖുർആൻ മാത്രമേ പറയുന്നുള്ളൂ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾക്കറിയില്ലേ? മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ വല്ലാത്ത മൗജിദത്തുകൾ അല്ലാഹു കൊടുത്ത ഒരു വലിയ പ്രധാനപ്പെട്ട നബിയാണ്. ഖുർആനിൽ എത്ര സ്ഥലത്താ മൂസാ നബിനെ പറ്റി പറഞ്ഞ് എന്തെല്ലാം രസകരമായ ചരിത്രങ്ങളാണ് മൂസാ നബിന്റെ ചരിത്രം. ഒരു ദിവസം മൂസാ നബിയോട് വന്നിട്ട് മൂസാ നബിന്റെ അനുയായികൾ ഇസ്തിഗാസ ചെയ്യുന്നു. വലിയ തർക്കമുള്ള വിഷയമാണല്ലോ. എന്ത് ഇസ്തിഗാസ? മൗജിദത്ത് മുഖേന വെള്ളം തരണമെന്ന് മനസ്സിലാക്കിയിട്ട് മൂസാ നബിയോട് അനുയായികൾ ഒന്ന് വെള്ളത്തിൽ ചോദിച്ചു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, وَأَوْحَيْنَا إِلَى مُوسَى إِذِ اسْتَسْقَاهُ قَوْمُهُ أَنِ اضْرِبْ بِعَصَاكَ الْحَجَرَ فَانبَجَسَتْ مِنْهُ 12 عَيْنًا. وَأَوْحَيْنَا إِلَى مُوسَى മൂസാ നബിക്ക് നമ്മൾ ഏകൽ കൊടുത്തു. നബിയെ, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ അറിയില്ല. ഈ ഏകൽ കൊടുത്തു, അറിവ് കൊടുത്തു, സന്ദേശം അറിയിച്ചു. എപ്പോ? ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ. മൂസാ നബിയോട് ആ വെള്ളത്തിന് തേടിയത് ആര്? മൂസാ നബിന്റെ അനുയായികൾ. ഖുർആനിൽ അല്ലാഹു പറയാണ്. അതെന്തിനാ മൂസാ നബിയോട് ചോദിച്ചത്? മൂസാ നബി കോയൽ കിണറിന്റെ ഏജന്റാ. മൂസാ നബി ജലസേന വകുപ്പിന്റെ മന്ത്രിയാ. മൂസാ നബി കിണറുത്തുന്ന ആളായിട്ട് വികാസം വെച്ച് ഉത്തിരിയ. എന്തേ മൂസാ നബിയോട് വെള്ളത്തിന് ചോദിച്ചത് അനുയായികള്? ഖുർആനിലുള്ള സംഭവമല്ലേ. എന്തേ ചോദിച്ചത്? മൂസാ നബിക്ക് മൗജിദത്ത് മുഖേന വെള്ളം തരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അനുയായികൾ വന്ന് മൂസാ നബിയോട് എന്ത് ചെയ്തു? ഖുർആനിൽ അല്ലാഹു പറയാ, ഖുർആനിൽ ലൈഫ് ഉണ്ടാവില്ല. മൂസാ നബിയുടെ ആളുകൾ വന്ന് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ മൂസാ നബിക്ക് വഹി അറിയിച്ചു. എന്താ വഹി അറിയിച്ചത്? അള്ളാനോട് മാത്രമേ തേടാൻ പറ്റുള്ളൂ മൂസാ നബിയെ, അതുകൊണ്ട് ഉടനെ തന്നെ പിലാത്തറ ഒരു സമ്മേളനം വിളിച്ചാളാ എന്നാണോ വഹി അറിയിച്ചത്? അല്ല. പിന്നെന്താ വഹി അറിയിച്ചത്? വൗഹൈനാ ഇലാ മൂസാ, മൂസാ നബിക്ക് നമ്മൾ വഹി അറിയിച്ചു. എപ്പോ? ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ വഹി അറിയിച്ചു. എന്താ വഹി അറിയിച്ചത്? മൗജിദത്ത് കൊണ്ട് വെള്ളം കൊടുക്കൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഈ ജനങ്ങളോട് വെള്ളത്തിന് പറഞ്ഞത്. അതുകൊണ്ട് കൊടുക്ക് മൂസാ നബിയെ, മൗജിദത്ത് കൊണ്ട് തന്നെ വെള്ളോ. അതിനെന്താ വേണ്ടത്? അനിറിബ്യാസാക്കൽ ഹജർ, മൂസാ നബിയെ ആ പാറക്ക് വടി കൊണ്ടൊരു തല്ല് കൊടുക്ക്. മൂസാ നബിയെ പാറക്ക് വടി കൊണ്ട് തല്ലിയാൽ എന്താ മോനെ ഉണ്ടാകുക? വടി പൊട്ടിത്തെറിച്ചൂല്ലേ? പാറക്ക് വടി കൊണ്ട് തല്ലിയാൽ വടി പൊട്ടിത്തെറിച്ചുവല്ലേ ചെയ്യാ? മൂസാ നബിയോട് അല്ലാഹു പറയുന്നത് അവർക്കെല്ലാം വെള്ളം വേണോന്നല്ലേ നിങ്ങളോട് ആവശ്യപ്പെട്ടത്? വെള്ളത്തിന് തേടിയില്ലേ അവര്? മൂസാ നബി ഒരു കാര്യം ചെയ്യ്, വടികൊണ്ട് പാറക്കൊരടി കൊടുക്കുന്നത്. മൂസാ നബി പാറക്കൊരൊറ്റ അടി കൊടുത്തു. ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഫംബജസത് മിൻഹു 12 ഐനാ, 12 തോടുകൾ പൊട്ടിയൊലിച്ചു പോയി. കണ്ടോ? വടി കൊണ്ട് കല്ലിനടിച്ചിട്ട് വെള്ളം കൊടുക്കൽ സാധാരണ വയ്യാണോ? ഭൗതിക മാർഗമാണോ? കല്ലിന് വടി കൊണ്ട് തല്ലിയിട്ട് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ മാർഗമാണോ?
ഈ അഭൗതികമായ മാർഗത്തിലൂടെ വെള്ളം കൊടുക്കാനാണ് അള്ളാഹുവിന്റെ ഓർഡർ. മൂസാ നബി പാറക്ക് വടി കൊണ്ട് തല്ലിയിട്ട് 12 പുഴയങ്ങ് പൊട്ടി ഒലിച്ചു, വെള്ളം കൊടുത്തു. അമ്പിയാക്കൾ ഔലിയാക്കൾ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് സഹായിക്കുമെന്ന നിലക്ക് അവരോട് സഹായം ചോദിക്കാമെന്ന് പറയുന്ന കക്ഷിയിൽ മൂസാ നബിയുണ്ട്, അവരെ സഹായിക്കണോന്ന് പറയുന്ന കക്ഷിയിൽ അള്ളയുണ്ട്, അള്ളാന്റെ ഖുർആനുമുണ്ട്. അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിച്ചുകൂടാ എന്ന് പറയുന്ന ഭാഗത്ത് അള്ളാന്റെ ഖുർആനില്ല, ഒരൊറ്റ ഹദീസുമില്ല, ഒരൊറ്റ നബിയുടെയും പിന്തുണയില്ല. ഇരിക്കട്ടെ, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സഹോദരന്മാരെ നിങ്ങൾ കണ്ടോ, ബോഡിയുടെ പവറല്ലേ നമ്മൾ പറഞ്ഞു വന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റഅയ്തു മൂസാ ലൈലത ഉസ്രിയ ബി ഖായിമൻ യുസല്ലി ഫിൽ ഖബ്രി, ഞാൻ ഇസ്രായിന് വേണ്ടി പോകുമ്പോൾ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി വബിത്ത തർഖാ ഇലാ അനിൽ منزلة من قاب قوسين لم تدرك ولم ترمي تلك مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് റസൂലുള്ളാഹി ഇസ്രായിന് പോകുമ്പോ മൂസാ നബിന്റെ ഖബർ ഒന്ന് സിയാറത്ത് ചെയ്തു. അപ്പൊ നോക്കുമ്പോ മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാണ്. വിഐപികളുടെ ബോഡിയാണ്, വിഐപികളെ വണ്ടിയാണ്. മൂസാ നബി ഖബറിൽ വെച്ച് നിസ്കരിക്കുകയാണ്. അങ്ങനെ പള്ളിയിലേക്ക് റസൂലുള്ളാഹി പോയി. അവിടുന്ന് ഇമാമത്തായി നിൽക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കും നബിയെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഇമാമത്ത് നിൽക്കുമ്പോ പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോ 70 നബിമാര് ഖബറിന്ന് എഴുന്നേറ്റ് വന്ന് റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിക്കുന്നു. കൂട്ടത്തിൽ അതാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കാൻ അതാ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇങ്ങ് വന്നിരിക്കുകയാണ്. നേരത്തെ നിർത്തിയിട്ട വണ്ടിയും എടുത്ത് മൂസാ നബി ശരീരവും എടുത്ത് വള്ളിയിൽ വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ശബാബ് വാരിക പറയുന്നു, ഇതുള്ളത് തന്നെയാണ്. ഇനി സഹോദരന്മാരെ, അതേ മൂസാ നബി അലൈഹിസ്സലാം വഖദ്ദമതിക ജമീഉൽ അംബിയാഇ ബിഹാം വറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമീം. അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തിൽ ഒന്ന് നോക്കുമ്പോ പല നബിമാരുമുണ്ട് കൂട്ടത്തിൽ. അത് 6ാമത്തെ ആകാശത്തിൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. എന്തേ? ഇത് വിഐപികളാണ്. അവർക്ക് എവിടെയും പോകാനും വരാനും, അവരെ വണ്ടി എടുത്തു പോകാനും, വണ്ടി നിർത്തിയിട്ട സ്ഥലത്ത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും നിസ്കരിക്കാനും എല്ലാം അധികാരം നൽകപ്പെട്ട വിഐപികളാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ. ഈ ശരീരത്തിന്റെ പുറത്തുള്ള സമയത്ത് കേട്ടിരുന്ന ആത്മാക്കൾ ശരീരത്തിന്റെ പുറത്തുള്ള സമയത്ത് വഫാത്തിന് ശേഷവും കേൾക്കുന്നതിന്റെ പുറമെ ആത്മാവിന് പവർ കൂടുകയാണ്. ഇതാണ് ഇബ്നുൽ ഖയ്യിം തന്നെ പറഞ്ഞത്, ഫസ്സനു ലിൽ അർവാഹി അക്മലു ഹാലത്തിൻ മിൻഹു ബിഹാദിൻ ദാരി ഫീ ജുസ്മാനി. ശരീരത്തിലുള്ള സമയത്തുള്ളതിനേക്കാൾ ആത്മാവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പവർ കൂടിപ്പോയി. ആത്മാവിന്റെ വയസ്സ് അപ്പൊ 10,000 അതെ, 1000 വയസ്സുണ്ട്. ശരീരത്തിന്റെ വയസ്സാണ് 39, 14 എന്നൊക്കെ പറഞ്ഞത്. ഈ ശരീരത്തിലുള്ള ആത്മാവും ശരീരവും കൂടി ജീവിക്കുന്ന ഈ ഭൂമി ലോകത്ത് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് വിശ്വസിക്കാൻ പറഞ്ഞത് വിശ്വസിച്ച് ജീവിച്ച് മരിച്ചാൽ ഈ ആത്മാവിന് വലിയ പവർ കൊടുത്തുപോയി, ശരീരത്തിന് ബഹുമാനം കൊടുത്തുപോയി. ആ ബഹുമാനം നൽകപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മയെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തട്ടെ.
ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ചെറുപ്പക്കാരെ, നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നോ. ഫശഇനുലിൽ അർവാഹി അക്മലു ഹാലത്തിൻ മിൻഹു ബിഹാദി ദാരി ഫീ ജുസ്മാനി. ശരീരത്തിലുള്ള സമയത്തുള്ളതിനേക്കാൾ എത്രയോ വലിയ പവർ ഈ ആത്മാവ് പുറത്തുള്ള സമയത്ത് ശരീരത്തിലുള്ളതിനേക്കാൾ വലിയ പവർ ആത്മാവിന് അല്ലാഹു കൊടുക്കുന്നു. ഇനി അതിനൊരു ചെറിയ സംഭവം കൂടി ബർക്കത്തിന് വേണ്ടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വേണം. ഒന്ന്, ശരീരം ഒന്ന് വേറെ, ആത്മാവ് ഒന്ന് വേറെ. ശരീരത്തിന് 4 വയസ്സായപ്പോൾ ആത്മാവാകുന്ന ഡ്രൈവറെ ശരീരമാകുന്ന ബോഡിയിലേക്ക് കടത്തി. മരിക്കുമ്പോൾ ശരീരത്തിൽ ഡ്രൈവറെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ ഡ്രൈവറായ ആത്മാവാണ് യഥാർത്ഥത്തിൽ പ്രധാനവുമായി മനുഷ്യൻ. ആ ആത്മാവിന് കേൾക്കണമെങ്കിലും കാണണമെങ്കിലും ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ വേണം എന്ന നിർബന്ധം ഇല്ല. അതുകൊണ്ടാണ് ശരീരത്തിൽ കടക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ചപ്പോൾ കേട്ടു. അതുപോലെ ശരീരത്തിൽ കടക്കുന്നതിന് മുമ്പ് ആദം നബിയുടെ കാലത്ത് അള്ളാഹു ചോദിച്ചപ്പോൾ കേട്ടു. അള്ളാഹ് ചോദിച്ചപ്പോൾ ഉത്തരം നൽകി. അപ്പൊ ആത്മാവിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇനി മേലില് നമ്മളെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഒന്നും സുന്നികൾ മരിച്ചോലെ വിളിച്ചു എന്ന് പറയരുത്. നമ്മൾ മരിച്ചോലെ വിളിക്കാറില്ല. പിന്നെ ആരെയാ വിളിക്കല്? നമ്മൾ ആരെയാ വിളിക്കല്? ആത്മാവിനെയാണ് വിളിക്കല്. ആത്മാവ് മരിച്ചിനാ. ആത്മാവ് നേരത്തെ പുറത്തുള്ള ആത്മാവ് കുറച്ചു ദിവസം വണ്ടിയിലുണ്ടായിരുന്നു, കുറച്ചു ദിവസം കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. എന്ത് മരിക്കല? ആത്മാവ് നേരത്തെ വണ്ടിന്റെ പുറത്തായിരുന്നു. ആദം നബിയുടെ കാലത്ത്, ഇബ്രാഹിം നബിയുടെ കാലത്തൊക്കെ നമ്മൾ ആത്മാവ് പുറത്തായിരുന്നു. ഉമ്മയും ബാപ്പയും തമ്മിൽ ബന്ധപ്പെട്ട് 4 മാസം കഴിഞ്ഞപ്പോ വണ്ടി കയറി. വണ്ടിയിൽ കുറച്ചു ദിവസം കഴിഞ്ഞ് മരിക്കുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്തു. നേരത്തെ വണ്ടിയിൽ ഇല്ലാത്ത സമയത്ത് കേട്ടു എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. ഇനിയിപ്പം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും കേൾക്കും. ഇവിടെ എന്താ വ്യത്യാസം? മരിച്ചോലെ വിളിച്ചു മറ്റു സ്വീപ്പാക്കുന്നതിനാണ്. മരിച്ചോലെ വിളിക്കലൊന്നും ഇവിടെ ആത്മാവിനെയാണ് വിളിക്കൽ. മൊഹീദ്ദീൻ ശൈഖിന്റെ ശരീരത്തിന് ആരോ വിളിക്കലുണ്ടോ? മൊഹീദ്ദീൻ ശൈഖിന്റെ ആത്മാവിനല്ലേ വിളിക്കല്. ആത്മാവ് ശരീരത്തിലുള്ള സമയത്ത് മാത്രമേ കേൾക്കുള്ളൂ എന്ന് ഏത് ഖുർആനിലാ പറഞ്ഞത്? ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിലുള്ള സമയത്ത് മാത്രമേ ആത്മാവ് കേൾക്കുള്ളൂ എന്ന് ഏത് ഖുർആനിലാ പറഞ്ഞത്? ഏത് ഹദീസിലാണ് നബി? അയ്യി കിതാബിൻ നബി അയ്യത്ത് സുന്നത്തി. ഏത് ഖുർആനിലുള്ളത്? ഏത് സുന്നത്തിലുള്ളത്? ആത്മാവ് ശരീരത്തിൽ ഇല്ലാത്ത സമയത്ത് കേട്ടത് ഖുർആനിലുണ്ട്. ഇബ്രാഹിം നബി വിളിച്ചപ്പോൾ കേട്ടു. ആദം നബിയുടെ കാലത്ത് അല്ലാഹു തആല ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു. അല്ലാഹു ചോദിച്ചു. ആ ആത്മാവ് ശരീരത്തിൽ പിരിഞ്ഞാലും ആത്മാവിന് കേൾവിയുണ്ട്, ആത്മാവിന് അറിവുണ്ട്. ആത്മാവിനോടാണ് ജീവിതകാലത്തും ഒരു കാര്യം പറയുന്നത്, ഇനി വഫാത്തിന്റെ ശേഷവും പറയുന്ന ആത്മാവിനോടാണ്. ആത്മാവിന് നശിക്കൽ ഇല്ല. അതുകൊണ്ട് മരിച്ച് നശിച്ചു പോയ ആളുകളോട്, ദ്രവിച്ചു പോയ ആളുകളോട് ചോദിച്ചു എന്നൊന്നും പറയണ്ട. ഇവിടെ ദ്രവിച്ചവരോട് ചോദിക്കുന്നില്ല, നമ്മൾ ആത്മാവിനോടാണ് ചോദിക്കുന്നത്. ആത്മാവ് എപ്പോഴും ഹയാത്തിൽ തന്നെയാണ്. ആത്മാവ് എപ്പോഴും അതാ സജീവമായി തന്നെ നിൽക്കുകയാണ്. ആ ആത്മാവിന് മരണത്തോടുകൂടെ സജീവത കൂടി എന്നാ മനസ്സിലാകുന്നത്. കാരണം അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഖബർ നിസ്കരിക്കുന്നു. അതേ മൂസാ നബി ശരീരം കൊടുത്തിട്ട് ഭൂമിയിൽ വരുന്നു. ആ മൂസാ നബി റസൂലുള്ളാഹി എല്ലുമ്പോഴേക്ക് 6ാമത്തെ ആകാശത്ത് പോയി കാത്തുക്കുന്നു. എന്നിട്ടും ഉണ്ട് പറയാ, അത്ഭുതം പറഞ്ഞാൽ വരുമ്പോ നേരില്ല. റസൂലുള്ളാഹി പോയി തിരിച്ചു വരുമ്പോ 50 നേരത്തെ നിസ്കാരം കൊടുത്തു. 50 നേരത്തെ നിസ്കാരം വാങ്ങി വരുമ്പോ 7ാമത്തെ ആകാശത്ത് ഇബ്രാഹിം നബി കണ്ടു. ഉപ്പാപ്പയാണ് ഇബ്രാഹിം നബി. ഉപ്പാപ്പ ഒന്നും ചോദിച്ചതായിട്ട് ഹദീസിലില്ല. സാധാരണ നിലക്ക് മക്കള് ദുബൈയിലെല്ലാം പോയി വരുമ്പോൾ ബാപ്പയാ ചോദിക്കും, എന്തായാലും അവനെ കൊണ്ടുവന്നു ചോദിക്കുക ബാപ്പയാ. പക്ഷെ ഈ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി ഒന്നും ചോദിച്ചായിരുന്നില്ല. സഹോദരനായ മൂസാ നബി അലൈഹിസ്സലാം 6ാമത്തെ പോല്ല നബിയെ പോല്ല, എന്തെല്ലാം കിട്ടിയെന്നാ ചോദിച്ചത്. എന്തൊക്കെയാ കൊണ്ടുവന്നത്? ഉമ്മത്തിന് എന്താ കിട്ടിയത്? 50 നേരത്തെ സംസ്കാരം കിട്ടിയതുകൊണ്ട് മൂസാ നബി വരെ അങ്ങനെ പോയാൽ പറ്റില്ല. പോയിട്ട് ചുരുക്കി തരാൻ പറയണോ, ലഗേജ് കുറച്ചു തരാൻ പറയണോ, കൂലിയിട്ട് ഓർക്കുകയും ചെയ്യരുത്. കാനം കുറച്ചു തരാൻ പറയണോ, തങ്ങളെ ഉമ്മത്തിന് 50 നേരം നിൽക്കാനാവില്ല. റസൂലുള്ള വഴങ്ങിപ്പോയി. അന്നേരം റസൂലുള്ള എന്താ പറഞ്ഞു? മരിച്ചോലെ സാഹചര്യം എനിക്ക് വേണ്ടതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു. മൂസാ നബിയുടെ നിർദ്ദേശം കേട്ട് റസൂലുള്ള പോയി ചുരുക്കി കൊടുക്കാൻ പറഞ്ഞു. ചുരുക്കി പറയുന്നു 9 പ്രാവശ്യം മൂസാ നബി തിരിച്ചയച്ചു. 9-5 45 നേരത്തെ നിസ്കാരം കുറച്ചു. അവസാനം 5 കൊടുത്തിട്ട് അള്ളാഹ് എന്ത് പറഞ്ഞു? അത് 5 നേരത്തെ നിസ്കാരമാണ്. 5-ന് 50ന്റെ പ്രതിഫലം, ഓരോന്നിന് 10. 5-ന് 50ന്റെ പ്രതിഫലം. ലഗേജ് ചുരുക്കി എന്നല്ലാണ്ട് കൂലിയൊന്നും കുറച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മൂസാ നബിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പോകുന്നു. ഇവിടെ നമുക്കൊരു കാര്യം ചിന്തിക്കാനുണ്ട്. എന്താ ഇബ്രാഹിം നബി ഒന്നും ചോദിക്കാണ്ട് മൂസാ നബിക്ക് എന്താ നമുക്ക് ഇത്ര ലാഭം ഉണ്ടാക്കി തരണം ഇത്ര വലിയ നിർബന്ധം? നമ്മക്ക് ഇത്ര ലാഭം ഉണ്ടായി തരണം മൂസാ നബിക്ക് എന്താ ഇത്ര നിർബന്ധം? അത് പറയണോ? നമുക്ക് എല്ലാവർക്കും തിരിഞ്ഞതല്ലേ? അള്ളാന്റെ റസൂല് ഇസ്രാ മിറാജിന് പോകുമ്പോ ആരെ ഖബറും സിയാറത്ത് ചെയ്താ പോയത്? മൂസാ നബിന്റെ ഖബറും സിയാറത്ത് ചെയ്താ പോയത്. അതുകൊണ്ട് എന്റെ ഖബറും സിയാറത്ത് ചെയ്ത് പോയ യാത്രയായതുകൊണ്ട് തിരിച്ചു വരുമ്പോ നല്ല ലാഭത്തോടെ തിരിച്ചേക്കണമെന്ന് മൂസാ നബിക്ക് നിർബന്ധം ഉണ്ടാവൂലേ? മൂസാ നബിന്റെ ഖബർ സിയാറത്ത് ചെയ്തല്ലേ പോയത്. അപ്പൊ തിരിച്ചു പോകുമ്പോ നല്ല ലാഭത്തോടുകൂടെ തിരിച്ചയക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിന്റെ തീരുമാനമാണ്. അതിനാണ് വളരെ ലാഭത്തോടു കൂടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചയച്ചു. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നു.
അല്ലാഹു പറഞ്ഞു വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കേണ്ട നബിയേ. മൂസാ നബി വണ്ടങ്ങാ വഫാത്തായി പോയല്ലോ, പിന്നെ എങ്ങനെ കാണലിന്നൊന്നും ചോദിക്കണ്ട. ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മൂസാ നബിയെ കണ്ടുമുട്ടിയെന്നും കണ്ടുമുട്ടിയതിൽ സംശയിക്കാൻ പാടില്ലെന്നും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. സഹോദരന്മാരെ, ഈ നിലക്കുള്ള പവർ വഫാത്തിന് ശേഷം മഹാന്മാരെ ആത്മാക്കൾക്ക് അല്ലാഹു നൽകുന്നു. ഈ നൽകുന്ന പവറിനെ ചോദ്യം ചെയ്തുകൂടാ. ഇനി നമുക്കൊരു കുറച്ച് സലാത്തിൽ ദ്വാരക്കളും. അതുകൊണ്ട് സലാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആത്മാവിന്റെ ഒരു പവർ പറയട്ടെ. നിങ്ങൾ കണ്ടോ, അബുൽ ഹഫ്സ് സമർഖന്ദി റഹിമഹുല്ലാഹ് അവിടുന്ന് രേഖപ്പെടുത്തിയ സംഭവം സഅദത്തുദ് ദാറൈനി ഫി സ്വലാത്തി അലാ സയ്യിദുൽ കൗനൈനി എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എടുത്ത് ഉദ്ധരിക്കുന്നത് കാണാം. അബുൽ ഹഫ്സ് സമർഖന്ദി റഹിമഹുല്ലാഹ് അവിടുത്തെ പിതാവ് മുഖേന ഉസ്താദുമാര് മുഖേന റിപ്പോർട്ട് ചെയ്തൊരു സംഭവം. ഹജ്ജിന് വേണ്ടി പോയി. ഹജ്ജിന് ചെന്ന് നോക്കുമ്പോ ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, എല്ലാ സ്ഥലത്ത് വെച്ചും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. വേറെ ഒരു ദിക്റും ചൊല്ലാതെ എല്ലാ സ്ഥലത്തും സ്വലാത്ത് തന്നെ. അപ്പൊ ചോദിച്ചു, മോനെ നീ എന്തേ വേറെ സ്വലാത്ത് ദിക്റൊന്നും ചൊല്ലാതെ സ്വലാത്ത് തന്നെ ചൊല്ലുന്നത് എന്താണ്? ആ സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ മറുപടി, ഉസ്താദേ, ഞാൻ ഹജ്ജിന് വേണ്ടി ഖുറാസാനിൽ നിന്ന് പുറപ്പെട്ടതാണ്. എന്റെ ബാപ്പയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് കൂഫയിലെത്തിയപ്പോൾ ബാപ്പ രോഗബാധിതനായി പോയി. അവസാനം ബാപ്പ രോഗം മൂർച്ഛിച്ച് അവിടെ വെച്ച് മരണപ്പെട്ടുപോയി. ബാപ്പ ഹജ്ജിന് വരുമ്പോ ബൈക്കിൽ നിന്ന് മരിച്ചപ്പോ എനിക്ക് വല്ലാത്ത വിഷമമായി. ഞാനൊരു തുണിയെടുത്തിട്ട് മയ്യത്തിന്റെ മേലെ മൂടി ബാപ്പന്റെ മയ്യത്തും പുതപ്പിച്ചിട്ട് ഞാൻ അല്പം അകലെ അങ്ങ് പോയി. രണ്ടാമത് തിരിച്ചു വന്നിട്ട് ബാപ്പന്റെ മുഖമൊന്ന് കാണാൻ വേണ്ടി ഞാൻ തുണിയൊന്ന് ഉയർത്തി നോക്കുമ്പോൾ ഞാൻ അന്താളിച്ചു പോയി, ദുഃഖിച്ചു പോയി, വിഷമിച്ചു പോയി. എന്റെ ബാപ്പയുടെ ശരീരം ഒരൊന്നാം നമ്പർ കഴുതയായി മറിക്കപ്പെട്ടിരിക്കുന്നു. ബാപ്പന്റെ മനുഷ്യ ശരീരം പോയി. ബാപ്പ ഒരൊന്നാം നമ്പറും കഴുതയായി കിടക്കുന്നു. കണ്ടപ്പോൾ വേദനയായി പോയി. ആരോട് പറയുമിത്? ആർക്ക് കാണിക്കുമിത്? എന്ത് ചെയ്യുമിത്? ഞാൻ വിഷമത്തോടെ ഒരു മൂലയിൽ പോയി ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇരുന്ന് ദുഃഖിതനായിരിക്കുമ്പോൾ ഞാനൊന്ന് മയങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. ഉറക്കില് ഞാൻ കാണുന്നു, ഒരാളിങ്ങ് വന്നു, നേരെ ബാപ്പന്റെ മയ്യത്ത് കാണാൻ വന്നു. മയ്യത്ത് കാണാൻ വന്നിട്ട് ബാപ്പയുടെ മയ്യത്തിന്റെ മേലെ നിന്ന് തുണി ഇങ്ങോട്ട് എടുത്ത് ഉയർത്തി. രണ്ടാമതാ തുണി കൊണ്ടാ വന്ന ആള് മയ്യത്ത് മൂടി. എന്നിട്ട് എന്റെ സമീപത്ത് വന്ന് ചോദിക്കുന്നു, മോനെ എന്തേ ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത്? എന്റെ ദുഃഖം ഞാൻ പറയണോ? നിങ്ങൾ കണ്ടില്ലേ, എന്റെ ബാപ്പ എന്റെ കൂടെ ഹജ്ജിനിറങ്ങിയിട്ട് വഴിക്ക് വെച്ച് മരിച്ചിട്ട് വെറും കഴുതയായി പോയില്ലേ. എന്റെ ദുഃഖം ഞാൻ ആരോട് പറയും? എങ്ങനെ കടിച്ചിറക്കും? ഇത് പറയുമ്പോൾ വന്നയാൾ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട മോനെ, ദുഃഖിക്കണ്ട മോനെ, ചെന്ന് നോക്കൂ, ബാപ്പയുടെ ശരീരം നന്നായി പോയി. ഞാൻ മെല്ലെ ഉറക്കിൽ കാണുകയാണ്. ഞാൻ മെല്ലെ പോയിട്ട് ബാപ്പന്റെ ശരീരത്തിൽ നിന്ന് തുണിയൊന്ന് ഉയർത്തി നോക്കുമ്പോ സുന്ദരമായ മുഖവുമായി നല്ല മനുഷ്യ ശരീരവുമായി എന്റെ ബാപ്പ കിടക്കുന്നു. വന്ന ആള് തിരിച്ചു പോയിട്ടില്ല. ഞാൻ കുപ്പായത്തിന്റെ തലയിങ്ങ് പിടിച്ചു പോകല്ല. നിങ്ങൾ ആരാണ്? നിങ്ങളെ വരവ് വല്ലാത്ത ബറക്കത്തുള്ള വരവാണല്ലോ. എന്റെ ബാപ്പയുടെ അവസ്ഥ എന്താണ്? ഇത് പറഞ്ഞു തരാതെ പോകല്ല. ആ സമയത്ത് ഈ വന്ന വ്യക്തി എന്നോട് പറഞ്ഞു, അനൽ മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ അൽ മുസ്തഫയാണ്, അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിന്റെ ബാപ്പന്റെ വിവരമറിയുമോ? നിന്റെ ബാപ്പ പലിശ വാങ്ങിപ്പോയി. പലിശ വാങ്ങിയ മനുഷ്യനെ ദുനിയാവിൽ വെച്ചോ ആഖിറത്തിൽ വെച്ചോ കഴുതയാക്കി അള്ള രൂപം മറിക്കാതിരിക്കില്ല. നിന്റെ ബാപ്പയുടെ കോലം ദുനിയാവിൽ വെച്ച് തന്നെ മാറ്റിമറിച്ചുപോയി. പക്ഷേ നിന്റെ ബാപ്പക്കൊരു പതിവുണ്ട്.
എല്ലാ ദിവസവും 100 സ്വലാത്ത് എന്റെ പേരിൽ ചൊല്ലാതെ ഒരു ദിവസവും നിന്റെ ബാപ്പ കിടന്നുറങ്ങാറില്ല. 100 സ്വലാത്ത് ദിവസേന ചൊല്ലുന്ന സ്വലാത്ത് മലക്ക് എന്റെ ഖബറിൽ എത്തിച്ചു തരും. ഇന്നത്തെ ദിവസം മലക്ക് വന്നപ്പോൾ സ്വലാത്തില്ല. നബിയേ, സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി മരണപ്പെട്ടുപോയി. പക്ഷേ പലിശ വാങ്ങിപ്പോയ മനുഷ്യനാണ്, അവിടെ കഴുതയായി കിടക്കുന്നുണ്ട്. നബിയേ, മലക്ക് എന്നോട് പറഞ്ഞപ്പോൾ നബിയെ, അങ്ങയ്ക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയും ഈമാനുള്ള ജനങ്ങൾക്ക് ദോഷം വന്നുപോയെങ്കിൽ അത് പുറത്തു കിട്ടാൻ വേണ്ടിയും തങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞോ, റെക്കമെൻഡ് ചെയ്തോ എന്ന്. മോമിനീങ്ങൾക്ക് വേണ്ടി ഈമാനുള്ളവർ എത്ര വലിയ തെറ്റുകാരാണെങ്കിലും ഈമാനുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം റസൂലുള്ളാഹിനോട് ഖുർആനിലുണ്ടല്ലോ. ആ നിർദ്ദേശം നമുക്ക് എത്തിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസേന സ്വലാത്ത് ചൊല്ലുന്ന ഈ വ്യക്തി ഈമാനുള്ളവൻ തന്നെയാണ്. പക്ഷേ പണത്തിനെ പ്രേമിച്ചിട്ട് പലിശ വാങ്ങിപ്പോയി. തെറ്റ്, വലിയ തെറ്റ് ചെയ്തു പോയി. അവരെന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ലേ, ഈമാനുള്ളവനല്ലേ, എന്റെ പേരിൽ ദിവസേന 100 സ്വലാത്ത് ചൊല്ലിയവരല്ലേ, റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് അവകാശമല്ല തന്നിട്ടുണ്ടല്ലോ. ആ നിലക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്പെഷ്യലായി അദ്ദേഹത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. റസൂലുള്ള പറയുന്നു, ഞാൻ നിന്റെ ബാപ്പക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്തു. ആവർത്തിച്ച് ശഫാഅത്ത് ചെയ്തപ്പോൾ ശരീരം നന്നാക്കാൻ എനിക്ക് അനുമതി കിട്ടിപ്പോയി. അങ്ങനെയാണ് ഈ വരവ്. ഈ മയ്യത്തിന്റെ സമീപത്തും നിന്റെ ദുഃഖമകറ്റാൻ വേണ്ടി വന്നെത്തിയത് കേട്ടോ. പറഞ്ഞു തീരുമ്പോഴേക്ക് എന്റെ ഉറക്ക് തെളിഞ്ഞു പോയി ഉസ്താദേ. ഉറക്ക് തെളിഞ്ഞ ഞാൻ ബാപ്പയുടെ മയ്യത്തിനടുക്കലേക്ക് ചെന്ന് ബാപ്പയുടെ ശരീരത്തിൽ നിന്ന് തുണിയേർത്തി നോക്കുമ്പോ ബാപ്പയതാ നല്ല സുന്ദരമായ മുഖത്തോടെ മനുഷ്യ ശരീരമായി കിടക്കുന്നു. പിന്നീട് എനിക്ക് സമയം കിട്ടിയാൽ, ഒരൊറ്റ മിനിറ്റ് കിട്ടിയാൽ, ആ സമയത്ത് എല്ലാ വിജയത്തിന്റെയും കാരണക്കാരായ ഏത് പാപികൾക്കും ശുപാർശ പറഞ്ഞ് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ, ഖായിദുൽ മുഹജ്ജലീൻ, ശഫീഉൽ മുദ്നിബീൻ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത മിനിറ്റുകൾ എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു പോയി. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്ന സ്ഥലത്തൊക്കെ ഞാൻ സ്വലാത്തിൽ തന്നെ മുഴുകുന്നത്. ഉസ്താദേ, വന്ന ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഈ പാവപ്പെട്ട എന്റെ സദസ്സിൽ പിരിഞ്ഞു പോകുന്ന ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, യജമാനന്റെ വിളി കേൾക്കുമ്പോ നിങ്ങൾ സുബഹിക്ക് കിടന്നുറങ്ങല്ല. അല്ലാഹുവിന്റെ വീട്ടിൽ വിളിക്കുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങല്ല. ഉച്ചക്ക് ളുഹറിന് ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നേരം പോക്കല്ല. ഇശാഇന്റെ ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ കാരം ബോർഡ് ചുറ്റി നേരം പോക്കല്ല. യജമാനന്റെ വിളിയുടെ മുമ്പിൽ പോയി നിന്റെ ആത്മാവും ശരീരവും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചോ. അഥവാ DIG വിളിച്ചിട്ട് പോകാത്ത നിന്നെ ഒരു വലിയ മീശക്കാരൻ പോലീസുകാരൻ വന്ന് വണ്ടിയും കൊണ്ടുവന്നിട്ട് ഇറങ്ങണ കയറണ വണ്ടിയിൽ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോ നിന്റെ വീട്ടുകാര് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? നിനക്ക് മറച്ചിട്ട് കാര്യമുണ്ടോ? പോലീസുകാരൻ വിളിച്ചു കൊണ്ടുപോകുമ്പോ നീ മറച്ചു പോയില്ലടോ. എങ്കിൽ യജമാനനായ റബ്ബിന്റെ സവാലിയാക്കളായ മലക്കുകൾ വന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് റൂഹ് പിടിച്ചു കൊണ്ടുപോയി റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കുമ്പോ നിസ്കരിക്കാത്ത നീ വിറച്ചിട്ട് കാര്യമുണ്ടോ? നിന്റെ ആൾക്കാർ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ?
അതുകൊണ്ട് ഒരൊറ്റ നേരത്തെ നിസ്കാരം ജീവിതത്തിൽ ഖളാക്കുകയില്ലെന്ന് മനസ്സിൽ തീരുമാനമെടുത്തിട്ടല്ലാതെ മജ്ലിസിൽ നിന്നൊരൊറ്റ മുസ്ലിമും പിരിഞ്ഞു പോകണ്ട. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന മജ്ലിസായി സ്വീകരിക്കട്ടെ. ഞാനിപ്പോൾ വന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചും ഇവിടെ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ച തന്നിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനം എന്ന നിലക്ക് നേർച്ച ചെയ്തവർക്ക് അള്ളാഹു പലപ്പോഴും ഫലം കൊടുത്തിട്ടുണ്ട്. ഇനിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ, മിസ്കീന്മാരായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മഹനീയ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ നീ ഏറ്റി തരണം റഹ്മാനെ. അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ.